പെന്തക്കോസ്ത് ദിനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എനിക്കെൻ്റെ കർത്താവിനെ കാണണം, എനിക്കെൻ്റെ കർത്താവിനെ ഏറ്റുപറയണം, ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഒരു സുവിശേഷത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരാത്മാവിനെ നേടുക എന്ന് പറയുന്നത് സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യം തന്നെയാണ്. ദൈവത്തോടൊപ്പം നാമും ഒരു പങ്കാളിയായിട്ട് ഒരാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് അതിലൂടെ വിശുദ്ധീകരിക്കപ്പെടുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു ദിവസം എനിക്കും അറിയത്തില്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതി, ദൈവത്തിനുള്ള നിയോഗങ്ങൾ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് യേശുവിനെ പ്രഘോഷിക്കാനിട വന്നു. കൃപാസനം മരിയൻ സന്നിധിയിൽ കയറി നിന്നപ്പോൾ ഞാൻ കയ്യിൽ മൈക്ക് പിടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഞാൻ കയറി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ അവിടെ എന്താണ് പറഞ്ഞത് എന്ന് പോലും ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്താണ് ദൈവവചനമാണ് ഞാൻ സംസാരിച്ചതെന്ന് പോലും എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. ശരിക്കും പരിശുദ്ധാത്മാവാണ് ആ സമയത്ത് എന്നിലൂടെ സംസാരിച്ചിരുന്നത്. എന്നെ ഏറ്റവും അധികം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാൻ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ്. ഇനി ഞാൻ സാക്ഷ്യപ്പെടുത്താൻ പോവുകയാണെങ്കിൽ യേശുവിനെ ഞാൻ ജനത്തിന് മുമ്പിൽ ഏറ്റുപറയും എന്നുള്ളത്. പ്രിയപ്പെട്ടതൊരു ഭയങ്കര അതികഠിനമായിട്ടുള്ള ഒരു സഹനത്തിൻ്റെ ഒരു ആരംഭം തന്നെയായിരുന്നു. കാരണം യേശുവിനെ ഏറ്റുപറയാൻ പോവുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാചിൻ്റെ പ്രലോഭനങ്ങൾ, ഒരുപാട് ഉപദ്രവങ്ങൾ എനിക്കുണ്ടായി. പക്ഷെ ഞാൻ തളർന്നില്ല. അവസാനം ദൈവം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. രണ്ട് കാര്യം മാത്രമാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ അനുഭവിക്കുന്നൊരു കാര്യം പറയാണ്. നിങ്ങളൊന്നിൻ്റെയും പുറകെ ഓടേണ്ട ആവശ്യമില്ല. നിങ്ങൾ അനുഗ്രഹങ്ങളെ ഏറ്റുപറയാതെ യേശുവിനെ പ്രഘോഷിക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുക്കണം. ഒന്നാമത്തെ കൽപ്പന തന്നെ അതാണ്. രണ്ടാമത്തേത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനും സ്നേഹിക്കണം. രണ്ടാമത്തെ കൽപ്പന നമുക്കറിയാം, ഇതിനകത്തെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കൽപ്പനയാണ്. അതുപോലെ ആദ്യത്തേത്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും കൂടി നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാവൂ. മരുഭൂമിയിലെ പരീക്ഷയിലും മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും യേശു കർത്താവ് പിശാചിനോട് പറയുന്നൊരു വാചകം ഇതാണ്. അവനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്.